ഞാൻ അള്ള മദീന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ അവരിൽ തവക്കുലാക്കുന്ന ഒരാൾ. അപ്പൊ ഈ വെറുതെ ഒരു പ്രസ്ഥാനത്തെ ഇകഴ്ത്താൻ വേണ്ടി എന്തെങ്കിലും പറയരുത്. മീഡിയ വണ്ണ് ശരിയാണ്, ഒരു ചാനൽ പുതുതായി തുടങ്ങുന്നു, അതിന് പൂർവ്വ ചരിത്രമില്ല, അതിന്റെ ചരിത്രം തുടങ്ങുകയാണ്, അത് ജനങ്ങൾ വിലയിരുത്തും. അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം, നല്ലതിനു വേണ്ടി ഉപയോഗിക്കണം. ആ ചാനലിന്റെ ഉദ്ഘാടനത്തിൽ അതിന്റെ തുടക്കത്തിൽ എന്റെ ബന്ധപ്പെട്ട ആളുകൾ, ഞാൻ എല്ലാവരും ഇവിടുത്തെ മാതിരി തൊടാൻ പാടില്ല, അടുക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, ഭയങ്കര ഗൗരവമായിട്ട് സമൂഹത്തെ ആകെ ദുഷിക്കണം എന്ന ചിന്തൊന്നും എനിക്കില്ല. ഞാൻ എന്നെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ജീവിതത്തിലെ സാമൂഹ്യ ബന്ധങ്ങളിൽ എല്ലാവരും മാനിക്കുന്ന ആളാണ്. വളരെ നല്ല ബന്ധങ്ങൾ. എന്റെ കൂടെ പഠിച്ച ആളുകളോട് ഏത് ആദർശം ഉള്ളവരാണെങ്കിലും ആദർശപരമായി വിരോധമുണ്ട്, എതിർപ്പുണ്ട് എന്നല്ലാതെ വ്യക്തിപരമായ പ്രശ്നത്തിലോ വ്യക്തിപരമായ സഹവാസത്തിലോ ഇവിടെ ജീവിതത്തിലെ സാമൂഹ്യ ബന്ധങ്ങളിലോ ഒരു വളരെ കൃത്യമായ കാഴ്ചപ്പാടുള്ള ആളാണ്. അത് പുലർത്തുന്ന ആളുമാണ്. അപ്പോഴേക്കും ഇങ്ങനെ എടുത്തുപിടിച്ച് ആളുകളെ വിദ്വേഷികളാക്കി മാറ്റി, അസംതൃപ്തരാക്കി മാറ്റി അങ്ങനെയുള്ള ഒരാളല്ല. അതുകൊണ്ട് ഈ ചാനലിൽ അത് തുടങ്ങാൻ പോകുന്നു എന്ന് ഇതിൽ പങ്കെടുക്കണമെന്ന് ക്ഷണിച്ചു. ഞാൻ അത് ഷൂറ ചെയ്യേണ്ട എൻ്റെ ഏറ്റവും അടുത്ത ആളുകളുടെ മുന്നിൽ അത് ഷൂറ ചെയ്തു. കൂടിയാലോചന നടത്തി. ഞാൻ അതെടുത്ത് പറയണ്ട, ഞാൻ ടീപ്പിൻ്റെതല്ല, ഇത് ജമിയത്തുലമന്റെ ഷൂറ തന്നെ നടത്തിയിട്ടാണ് ഇത് വന്നത്. അതുകൊണ്ടൊന്നും പൊളിഞ്ഞു പോകുന്ന പ്രസ്ഥാനമല്ല ഈ തൗഹീദി പ്രബോധനം. ഈ മീഡിയ ചാനലിൽ ഒരു തൗഹീദിനെ കുറിച്ച് ധാർമ്മികമായി സമൂഹത്തെ സംബന്ധിച്ച് എന്തെങ്കിലും നിലക്കുള്ള ഒരു കാര്യം വന്നാൽ അത്രയും ആയി എന്ന് വിചാരിക്കുന്ന ആളാണ്. അതേ അവസരത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ നമ്മളെ കാഴ്ചപ്പാടിൽ എതിർക്കപ്പെടേണ്ടതാണോ? എതിർക്കും, സ്വാഭാവികമല്ലേ. അത് ഇവിടെ എല്ലാവരും ആരോഗ്യകരമായി നിലനിർത്തുന്ന ഒരു കാര്യമല്ലേ. ആ കൂടിയാലോചനയിൽ അതിൽ പങ്കെടുക്കാവുന്നതാണ് എന്ന തീരുമാനത്തിലാണ് ഞങ്ങൾ എത്തിയത്. ഞാൻ എന്നെ ക്ഷണിച്ചവരോട്, ഇത് തുറന്നു പറയുന്നത് ഞാരെങ്കിലും തെറ്റിദ്ധാരണ വെച്ച് പോകണ്ടെന്നല്ല, എന്നെ ക്ഷണിച്ചവരോട് ഞാൻ പറഞ്ഞു, ഇപ്പൊ പെട്ടെന്ന് ഞാൻ മറുപടി പറയുന്നില്ല, ഞങ്ങളൊന്ന് കൂടിയാലോചിക്കട്ടെ. വളരെ മാന്യമായി ക്ഷണിക്കുന്ന ആളുകൾ മാന്യമായി തന്നെ മറുപടി പറഞ്ഞു. കൂടിയാലോചിച്ചു. എൻ്റെ ഉസ്താദുമാരടക്കമുള്ള എൻ്റെ ഷൂറയുണ്ട്. അതിൽ ഇത് സംഘടനയ്ക്ക് വേണ്ടിയുള്ള ഷൂറ മാത്രമല്ല, ജീവിതത്തിലൊരു നിർണായകമായ ആലോചനയും തീരുമാനവും എടുക്കുമ്പോൾ ഇവരുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഒരു തുമൈനീനത്തിന് വേണ്ടി ഞാൻ സ്വീകരിക്കുന്ന ഒരാളാണ്. എല്ലാ കാര്യത്തിലും ഞാൻ അവരോട് ചോദിച്ചു, പോകാൻ തുടക്കമാണ്, നമുക്ക് വിരോധമൊന്നുമില്ല. ആ നിലക്കുള്ള തീരുമാനത്തിലെത്തി. പക്ഷേ ഞാൻ ഉംറ നീട്ടിവെച്ചൊന്നുമില്ല. അതിന് ഉംറ നീട്ടിച്ച് അതിന്റെ ഇടയിലാണ് ഡേറ്റ് വന്നത്. മീഡിയ വണ്ണിന്റെ ഉദ്ഘാടനം ഉണ്ട്, അതുകൊണ്ട് ഞാനിപ്പം ഉംറക്ക് വരുന്നില്ല, ഞാൻ കുറച്ച് ഇത് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞതാണ് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ പറയണത്. ഇവരെന്തൊക്കെ കാണുന്നുണ്ടെന്നോ എന്തൊക്കെ കേൾക്കുന്നുണ്ട് അതുപോലെ തിരിച്ചു പറയാൻ അല്പം ഒരു മാനസിക പ്രയാസമുണ്ട്. നമ്മുടെ സംസ്കാരവും അതല്ല എന്നുള്ള ആൾക്കാണ് മിണ്ടാതിരിക്കുന്നത്. അത് തീരുമാനിച്ചു, അന്ന് പോയി. ഞാനതിൽ ശ്രദ്ധിച്ചിട്ടില്ല, ഞാനൊന്നും കണ്ടില്ല. PK അഹമ്മദ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു വ്യക്തിപരമായി ഇവിടെ പൊതുസദസ്സിൽ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ ബഹുമാനിക്കുന്ന നമ്മുടെ വൈസ് പ്രസിഡന്റ്, അദ്ദേഹത്തെ വെറുതെ ഇങ്ങനെ പുകഴ്ത്തേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു നല്ല മനുഷ്യൻ. എല്ലാവരും ഇപ്പൊ ഓരോരുത്തരെയും ഇപ്പൊ പരിശോധിക്കുകയാണ്. ഒരാൾ നിസ്കരിക്കാൻ വന്നാൽ വേറെ നിസ്കരിക്കാൻ വന്നോ എനിക്ക് സ്വർഗമുണ്ടോ ഇല്ലേ നോക്കിക്കവർ. ഇവരുടെ സ്വഭാവം ഇങ്ങനെ വളർന്നാലുണ്ടല്ലോ, ഇവിടെ വളർന്നാൽ ഇത് ഏറ്റവും അപകടമാണെന്നുള്ളവർക്കുള്ള തെളിവാണ് ഈ പ്രചരണം. ഞാനിവിടെ തിരിച്ചു വന്നപ്പോൾ മീഡിയ വണ്ണും അതും ഇതും പീക്കനെ ഇഞ്ഞൊരു തെറിയും പറയാൻ ബാക്കിയില്ല. എന്തെല്ലാം ആണ് ആ മനുഷ്യനെ വിഷമിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും ഒക്കെ. ഇത് സംസ്കാരമാണ്. മീഡിയ വണ്ണിന്റെ അതിന്റെ ഉദ്ഘാടന സദസ്സിൽ പങ്കെടുത്തതോ ഇതോ നല്ലത്? ഈ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇഷ്ടപ്പെടാത്ത അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി ഇങ്ങനെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നവൻ എന്തായിരിക്കും? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അത് മാത്രം സമൂഹം ഒന്ന് ഓർക്കുക. പീക്കിന്റെ അടുത്തേക്കൊന്നെത്താൻ ഇതിന്റെ വിമർശകന്മാർക്ക് സാധിക്കുകയില്ല എന്ന് നേരിട്ടറിയുന്ന ഒരാളാണ് ഞാൻ.
അത് പിന്നെ വെറുതെ മറ്റുള്ളവരുടെ മുന്നിൽ പറയണ്ട. പീക്കിന്റെ അടുത്ത് 1 കിലോമീറ്റർ ദൂരത്ത് നിൽക്കാൻ പറ്റാത്തവരാണ് ഈ വിമർശകന്മാർ. ഇവർ പറയുന്ന കാര്യങ്ങൾ, ഇവരെ ഈ ബാഹ്യമായ കോലങ്ങളും ആ വേഷങ്ങളും അത് മാത്രം മതി ഇസ്ലാമിനെ എന്ന് ദയവേത് ഇത് പ്രചരിപ്പിക്കരുത്. അത് ഇസ്ലാമിന് അതിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഒന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, വ്യക്തിപരമായി എന്ന് അയാൾ പറഞ്ഞതുകൊണ്ട്. എന്നിട്ട് ഞാൻ പോയി PK പങ്കെടുത്തു. PK സമൂഹത്തിൽ അവിടുത്തെ ഒരു പൗരപ്രധാനിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ചാനലൊക്കെ വരുന്ന സമയത്ത് ഞാൻ അതിൽ പിന്നെ ഏതെങ്കിലും തരത്തിൽ സഹകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ അന്വേഷിച്ചിട്ടില്ല, വ്യക്തിപരമായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഏറ്റുപോയ ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിയിൽ ആരെങ്കിലും നമ്മൾ പ്രതിനിധീകരിച്ച് ആശംസ പറയുന്നതിന് കുഴപ്പമില്ല, അതും ഇല്ലേ സമയം നോപ്പിക്കാത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലല്ലേ നിങ്ങൾ ഇന്നെ പേടിപ്പിക്കാൻ കഴിയുള്ളൂ. ഞാനത് വിശ്വസിക്കുന്നില്ല. ഒരു വരാൻ പോകുന്ന ഒരു മാധ്യമം, ഒരു ആധുനിക മാധ്യമം, അതിനെ സംബന്ധിച്ചിടത്തോളം അത് നല്ലത് വരട്ടെ എന്നും അതിൽ ചിന്തിക്കണമെന്നും ഞാൻ ഉണ്ടെങ്കിൽ ഞാനതാ സംസാരിക്കുക. ഈ ധാർമ്മികമായ ഇതിനെ ബോധവൽക്കരണത്തിന് ഒരു സജീവമായ ഒരു മാധ്യമമായി ഇതിനെ പ്രവർത്തിക്കാൻ സാധിക്കണം എന്ന് പറയാനാണ് ഞാൻ വിചാരിച്ചത്. അത് തന്നെയാണ് അവിടെ പലരും പറഞ്ഞിട്ടുണ്ടാകുക. നന്മ വരാൻ വേണ്ടി ഒരു തുടക്കത്തിൽ ഒരു ഉപദേശം നൽകുന്നത്, ഒരു ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്നത്, സമൂഹത്തിലെ വിവിധ ചിന്താധാരയിലുള്ള സമുദായത്തിന്റെ ആളുകൾ ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്, അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ആരെങ്കിലും പറയുമ്പോൾ വേണ്ട എന്ന് പറയലാണോ വേണ്ടത്?